തിരുവനന്തപുരം വട്ടപ്പാറയിൽ സ്കൂൾ ബസ് മറിഞ്ഞ അപകടം, നിരവധി കുട്ടികൾക്ക് പരിക്കേറ്റു. കിളിമാനൂർ പാപ്പാല വിദ്യാജ്യോതി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ കുട്ടികളെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അരുൺ സോളമനുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, ആദ്യം തന്നെ ചോദിക്കട്ടെ, പരിക്കേറ്റത് എത്ര കുട്ടികളാണ് ബസ്സിലുണ്ടായിരുന്നത്? കുഞ്ഞുങ്ങളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? നിലവിൽ ആര്യ 22 കുട്ടികളാണ് ഈ സ്കൂൾ ബസ്സിലുണ്ടായിരുന്നത്. ഈ എതിരെ വരുന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിലാണ് ഈ സ്കൂൾ ബസ് പുറകിലോട്ട് തെന്നി മാറുകയായിരുന്നു. അങ്ങനെയാണ് മറിഞ്ഞ് ഈ സ്കൂൾ ബസ് അപകടത്തിൽപ്പെടുന്നത്. ഇതിൽ 22 കുട്ടികൾ തന്നെ ഈ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് ഈ കുട്ടികളിൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ആർക്കും തന്നെ ഇല്ല എങ്കിൽ തന്നെയും സാരമായ പരിക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞത്. എല്ലാ കുട്ടികളെയും ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ആദ്യം ഈ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിലായിരുന്നു കൊണ്ടുപോയിരുന്നത്. ഇതിന് പിന്നാലെ 3-4 വിദ്യാർത്ഥികളെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നുണ്ട് എന്നുള്ള പ്രാഥമിക വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഈ സമീപ പ്രദേശത്ത് ഈ റോഡ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. ആ റോഡിൽ വലിയൊരു പ്രതിഷേധമൊക്കെ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. നാട്ടുകാരൊക്കെ ഈ റോഡിന്റെ ഈ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവർക്ക് പരാതി നൽകിയിരുന്നു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും റോഡിന്റെ ശോചനീയ അവസ്ഥ തന്നെയാണ് അപകടത്തിന് ഇടയാക്കി എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും കുട്ടികൾ സ്ഥിരമായിട്ട് ഈ റൂട്ടിൽ വരുന്ന, പ്രത്യേകിച്ചും ഈ പാപ്പാല ഭാഗത്ത്, അതായത് നിലമേൽ വട്ടപ്പാറ ഭാഗത്താണ് നിലവിൽ ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഈ അപകടം നടന്ന ഈ സമീപത്തെ റൂട്ടിലേക്ക് പോകുന്ന കുട്ടികളെയായിരുന്നു ഈ സ്കൂൾ ബസ്സിൽ ഉണ്ടായിരുന്നത്. 22 കുട്ടികളിൽ 4-5 കുട്ടികൾക്ക് പരിക്കുകൾ ഗുരുതരമാണ് എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത്. ആ കുട്ടികളെയാണ് നിലവിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നുണ്ട് എന്നുള്ള അറിയാൻ കഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ ഈ അപകടം നടന്ന സമയത്ത് സമീപത്തുണ്ടായിരുന്ന നൌഷാദ് എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു. അദ്ദേഹം 8 വിദ്യാർത്ഥികളെ അദ്ദേഹത്തിന്റെ ഓട്ടോയിൽ കയറ്റിയാണ് ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ഈ സമീപത്ത് ഈ അപകടം നടക്കുന്ന സമയത്ത് അദ്ദേഹം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഓട്ടോയിൽ അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്തായിരുന്നു ഈ അപകടം സംഭവിച്ചത്. അപകടത്തിന് പിന്നാലെ ആദ്യഘട്ടത്തിൽ തന്നെ ആ കുട്ടികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി. തെന്നി മാറിയ ഈ ബസ് സമീപത്തുള്ള ഒരു മരങ്ങൾ നിലമേൽ ഭാഗത്ത് നിരവധി അപകടങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ വഴി എന്ന് പറയുന്നത് നിരവധി കയറ്റങ്ങളും ഇതുപോലെയുള്ള അപകടം നിറഞ്ഞൊരു വഴി കൂടിയാണല്ലോ. അപ്പോൾ ഈ അപകടം നിലവിലുണ്ടായിരിക്കുന്നത് ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ആര്യ, ഇതിൽ പ്രധാനമായും സൂചിപ്പിക്കേണ്ടുന്നത്, എതിരെ ഒരു വാഹനം വന്നാൽ സൈഡ് കൊടുത്തു പോകാനായിട്ട് കഴിയാത്തൊരു സാഹചര്യം ആ പാതയ്ക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏറെക്കാലമായിട്ട് നാട്ടുകാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി നിവേദനങ്ങൾ പഞ്ചായത്തിൽ അടക്കമുള്ളവർക്ക് നൽകിയിരുന്നു. പക്ഷേ പാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു വിധത്തിലുള്ള അറ്റകുറ്റപ്പണികൾ പോലും നടത്തിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത.